ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, അടുത്ത ശനിയാഴ്ച ജൂൺ 13 ലോകം മുഴുവൻ അന്തോനിസ് പുണ്യാളനെ ഓർക്കുകയും അന്തോനിസ് പുണ്യാളനെ പ്രതി ഈശോയുടെ സന്നിധി നന്ദി പറയുകയും തിരുനാൾ ആഘോഷിക്കുകയും ചെയ്യുന്ന ദിവസമാണല്ലോ. അതിനൊരുക്കമായി ഇന്നു മുതൽ നമ്മൾ 9 ദിവസത്തെ നൊവേന ആരംഭിക്കുകയാണ്. ഈ നൊവേനയിൽ നമ്മുടെ ഇടവകയെ മുഴുവനും കൂട്ടായ്മകളായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഓരോ ദിവസവും 6ഉം 5ഉം കൂട്ടായ്മകൾ വീതം ആ കൂട്ടായ്മയിലെ ഓരോ കുടുംബങ്ങളെയും വ്യക്തികളെയും, പ്രത്യേകിച്ച് ഇവിടെ രോഗികളായിരിക്കുന്നവരെ, പല വിധത്തിലും വിഷമങ്ങളിൽ, പ്രതിസന്ധികളിൽ, വേദനകളിൽ കഴിയുന്നവരെല്ലാവരെയും സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഇടവകയുടെ മുഴുവൻ വിശുദ്ധീകരണത്തിന് വേണ്ടി അന്തോനിസ് പുണ്യാളൻ്റെ മാധ്യസ്ഥം, വിശ്വാസ വളർച്ചയ്ക്ക്, സാക്ഷ്യത്തിൻ്റെ ജീവിതത്തിന് വേണ്ടി നമ്മൾ യാചിക്കുകയാണെന്നത് പ്രത്യേകം ഓർക്കാം. ഇന്ന് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് കുരങ്ങുപാറ, കാൽവരി, വലിയകണ്ഠം, ക്രിസ്തുരാജ, രാജാക്കാട് ഈസ്റ്റ് തിരുക്കുടുംബം, രാജാക്കാട് തിരുഹൃദയം, ഇടമറ്റം സെൻറ്റ് കാതറിൻ, ഇടമറ്റം ജോൺ മരിയ വിയാനി കൂട്ടായ്മകളെയാണ്. അവരെ എല്ലാവരെയും തന്നെ പരസ്പരം നമുക്ക് അറിയാവുന്നവരാണ്. ഇത്രയും ഓർത്ത് നമുക്ക് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഇന്ന് തിരുസഭ സ്വർണ്ണ വെള്ളിയാഴ്ചയായി ആചരിക്കുന്ന ദിവസവും കൂടിയാണ്. പത്രോസ്ലീഹ വലിയ അത്ഭുതം ചെയ്യുന്നതിനെയാണ് ഇതിലൂടെ അനുസ്മരിക്കുന്നത്. പെന്തക്കോസ്താ തിരുനാളിന് ശേഷം യാചകനെ സുഖപ്പെടുത്തുന്നു. സ്വർണവുമില്ല, വെള്ളിയുമില്ല, ഈശോ നല്ല നാമത്തെ ഞാൻ കൽപ്പിക്കുന്നു, എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞ് തളർന്നിരുന്ന യാചകനെ എഴുന്നേൽപ്പിച്ച് നടത്തുന്നു. അതിലൂടെ ലോകത്തോട് അവർ കൊടുത്ത വാഗ്ദാനം ഇതാണ്, സന്ദേശം ഇതാണ്: സ്വർണോ വെള്ളിയൊന്നും ഈശോയുമായും അവൻ്റെ കൃപാവരങ്ങളുമായും ഒരു തരത്തിലും നമ്മൾ താരതമ്യം ചെയ്യരുത്. അതൊക്കെ ഏറ്റവും നിസ്സാരങ്ങളും അർത്ഥശൂന്യങ്ങളുമാണ്. ഏറ്റവും അമൂല്യമായത് ഈശോയും അവിടുത്തെ കൃപകളുമാണ് എന്നതോർത്ത് അതിലേക്ക് നമ്മുടെ മനസ്സും ഹൃദയവും പൂർണ്ണമായി തിരിക്കണമെന്ന് സ്നേഹന്മാർ, അപ്രകാരം അവരുടെ മനസ്സും ഹൃദയവും ഈശോയിൽ ഉറപ്പിച്ച സ്നേഹന്മാർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഈശോയുടെ പ്രത്യേകം ഓർത്തുകൊണ്ട് ഈശോയിൽ നമ്മുടെ കണ്ണുകളും കാതുകളും ഹൃദയവും ഉറപ്പിച്ച് മുന്നേറുവാൻ അനുഗ്രഹം തരണേ എന്ന് അന്തോനിസ് പുണ്യാളനെ പോലെ പൂർണ്ണ ഹൃദയത്തോടെ സർവശക്തിയോടും കൂടെ ഈശോയെ സ്നേഹിക്കുവാൻ, ഈശോയുടെ നാമം ഞങ്ങളുടെ അന്തരങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കുവാൻ, അവിടുത്തെ വചനത്തിൻ്റെ അഭിഷേകം എപ്പോഴും ഞങ്ങൾക്ക് ഉണ്ടായിരിക്കുവാൻ തരണേ എന്ന് യാചിച്ച് സ്നേഹത്തോടെ ഈശോയുടെ ബലി നമുക്കൊന്ന് ചേർന്ന് അർപ്പിക്കാം. ഒന്നാം പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം, ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ,
അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവം തന്ന് ഈ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. അഖില കീർത്തനത്തിനും അർഹനായ ദൈവമേ, ഉചിതമാണു മധുരമാ ദിവ്യനാമ കീർത്തനം. മഹിതമാകുമോസലെ പണിയമങ്ങു പാലകൻ, ഒരു ഗണത്തിലാക്കുമി ചിതറിടും ജനങ്ങളെ. തകരുമേതു ഹൃദയവും ശാന്തി കാൺമതങ്ങയിൽ, കനിവിയെന്നൊരങ്ങിലി ഭുവന ദുഃഖമുക്തിയും. കീർത്തനങ്ങൾ പാടിടാം, വാഴ്ത്തിടാം മഹേശ്വരെ. കിന്നരങ്ങൾ മീട്ടിയ നാമഗീതി പാടിടാം. അഭയമാർന്നിടുന്നിതാ ഭയമിയെന്ന മാനവ, ശാന്തി തേടിടുന്നിതാ അങ്ങിലെന്നുമാകുല. താതനെന്ന പോലവേ സുതനുമാത്മനും സദാ സ്തുതിയനാദികാലവും നിത്യമെങ്ങും എപ്പോഴും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായ നീക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയം അവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന കർത്താവേ, അങ്ങേ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. ജീവദായകവും ദൈവികവുമായ അങ്ങേ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കോരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം ഗുരു ആശീർവദിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കട്ടെ. എന്നാൽ ഉത്കൃഷ്ടദാനങ്ങൾക്ക് വേണ്ടി തീക്ഷ്ണമായി അഭിലഷിക്കുവിൻ. ഉത്തമമായ മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനവരം ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രവചനങ്ങൾ കടന്നുപോകും, ഭാഷകൾ ഇല്ലാതാകും, വിജ്ഞാനം തിരോഭവിക്കും. നമ്മുടെ അറിവും പ്രവചനവും അപൂർണമാണ്. പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ യുക്തിവിചാരം നടത്തി. എന്നാൽ പ്രായപൂർത്തി വന്നപ്പോൾ ശിശു സഹജമായവ ഞാൻ കൈവെടിഞ്ഞു. ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു, അപ്പോഴാകട്ടെ മുഖാഭിമുഖം ദർശിക്കും. ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു, അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നത് പോലെ ഞാനും പൂർണ്ണമായി അറിയും. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വിശ്വാസികളെ കേൾപ്പിൻ, സഖ്യവുമുയരും പകരും മൊഴികൾ ദൈവകുമാരൻ നരനായി നമ്മെ മോചിതരാക്കി. ഈ മൊഴി നിങ്ങൾ കേകി ഭാഗ്യം നിറയും വലിയൊരു നിധി ഭൂവിൽ. ഈ സദ്ഗ്രന്ഥം ജീവൻ നൽകും ഔഷധമല്ലോ. വിത്തു വിതയ്ക്കും നാഥൻ വചനത്തിൻ വിത്തു വിതയ്ക്കാൻ വന്നു. വയലിനു പകരം ഹൃദയനിലങ്ങൾ നൽകുക നിങ്ങൾ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. യേശു ജനങ്ങളോടുള്ള പ്രബോധനം അവസാനിപ്പിച്ച് കഫർനാമിലേക്ക് പോയി. അവിടെ ഒരു ശതാധിപന്റെ ഭൃത്യൻ രോഗം ബാധിച്ച് ആസന്ന മരണനായി കിടന്നിരുന്നു. അവൻ യജമാനന് പ്രിയങ്കരനായിരുന്നു. ശതാധിപൻ യേശുവിനെ പറ്റി കേട്ട് തൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുവാൻ ചില യഹൂദ പ്രമാണികളെ അവൻ്റെ അടുത്തേക്ക് അയച്ചു. അവർ യേശുവിൻ്റെ അടുത്ത് വന്ന് കേണപേക്ഷിച്ച് പറഞ്ഞു, നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്. എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, നമുക്കൊരു സിനഗോഗ് പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. യേശു അവരോടൊപ്പം പുറപ്പെട്ടു. അവൻ വീടിനോടടുക്കാറായപ്പോൾ ആ ശതാധിപൻ തൻ്റെ സ്നേഹിതരിൽ ചിലരെ അയച്ച് അവനോട് പറഞ്ഞു, കർത്താവെ, അങ്ങ് ബുദ്ധിമുട്ടേണ്ട, അങ്ങെൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല.
അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. കാരണം ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്, എൻ്റെ കീഴിലും പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോവുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു, വേറൊരുവനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ ചെയ്യുന്നു. യേശു ഇത് കേട്ട് അവനെപ്പറ്റി വിസ്മയിച്ചു. തന്നെ അനുഗമിച്ചിരുന്ന ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ് അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇസ്രായേലിൽ പോലും ഇതുപോലുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. അയക്കപ്പെട്ടവർ തിരിച്ചു ചെന്നപ്പോൾ ആ ഭൃത്യൻ സുഖപ്പെട്ടിരിക്കുന്നതായി കണ്ടു. അതിനുശേഷം അവൻ ന്യായിൻ എന്ന പട്ടണത്തിലേക്ക് പോയി. ശിഷ്യന്മാരും വലിയൊരു ജനക്കൂട്ടവും അവനെ അനുഗമിച്ചു. അവൻ നഗര കവാടത്തിനടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ടുവരുന്നത് കണ്ടു. ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ. പട്ടണത്തിൽ നിന്ന് വലിയൊരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു. അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു. അവൻ സംസാരിക്കാൻ തുടങ്ങി. യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവരും ഭയപ്പെട്ടു പറഞ്ഞു, ഈ ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. അവനെപ്പറ്റിയുള്ള വാർത്ത യൂദയ മുഴുവനിലും പരിസരങ്ങളിലും പരന്നു. ഈ സംഭവങ്ങളെപ്പറ്റിയെല്ലാം യോഹന്നാന്റെ ശിഷ്യന്മാർ അവനെ അറിയിച്ചു. അവൻ ശിഷ്യന്മാരിൽ 2 പേരെ വിളിച്ച്, വരാനിരിക്കുന്നവൻ നീ തന്നെയോ, അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന് കർത്താവിനോട് ചോദിക്കാൻ പറഞ്ഞയച്ചു. അവർ അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ, അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന് ചോദിക്കാൻ സ്നാപക യോഹന്നാൻ ഞങ്ങളെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. അപ്പോൾ യേശു വളരെ പേരെ രോഗങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നും അശുദ്ധാത്മാക്കളിൽ നിന്നും സുഖപ്പെടുത്തുകയും അനേകം കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുകയും ചെയ്തു. അവൻ പറഞ്ഞു, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക. കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എന്നിൽ ഇടർച്ചയുണ്ടാകാത്തവൻ ഭാഗ്യവാൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. വഴിയും സത്യവും ജീവനുമായ മിശിഹായെ, നിന്റെ പുനരുത്ഥാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കും മരണത്തിൽ നിന്നും മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പരിഹാസത്തിന്റെ അടയാളമായ കുരിശിനെ പുനരുദ്ധാനം വഴി മഹത്വത്തിന്റെ ചിഹ്നമായി ഉയർത്തിയ കർത്താവെ, ഞങ്ങളുടെ ശരീരത്തെ അതിന്റെ ദുരാശകളോടുകൂടെ കുരിശിൽ തറയ്ക്കുവാനും ആത്മസമർപ്പണത്തിൽ നിത്യജീവൻ കണ്ടെത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദാരിദ്ര്യത്താലും രോഗത്താലും വലയുന്നവരും സത്യത്തെ പ്രതി പീഡ അനുഭവിക്കുന്നവരും അങ്ങയുടെ മഹത്വപൂർണമായ ഉത്ഥാനത്തെയും അവർണ്ണനീയമായ സ്വർഗഭാഗ്യത്തെയും ഓർത്തുകൊണ്ട് നല്ല ഓട്ടം ഓടുവാനും വിശ്വാസം സംരക്ഷിക്കുവാനും വരം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. വിശുദ്ധ അന്തോനീസിന്റെ ഓർമ്മയാചരിക്കുന്ന ഞങ്ങളെല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണെന്ന ബോധ്യത്തിൽ വളരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായി ജീവിച്ച വിശുദ്ധ അന്തോനീസിനെ പോലെ വിവേകത്തോടും നൈർമല്യത്തോടും കൂടി ജീവിക്കുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദിനരാത്രങ്ങൾ ചെലവഴിച്ച വിശുദ്ധ അന്തോനീസിനെ അനുകരിച്ച് പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പുനരുദ്ധാനത്തിന്റെ മഹത്വത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തയും ഞങ്ങളുടെ മേലധ്യക്ഷൻ പിതാവുമായ മാർ ജോൺ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും
എല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ യാചനകൾ ശ്രവിക്കണമേ. അങ്ങ് ഞങ്ങൾക്ക് പ്രത്യേക മധ്യസ്ഥനായി തന്ന അന്തോനിസ് പുണ്യാളന്റെ ഓർമ്മ ആചരിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമേ. സ്നേഹസമ്പന്നനായ വിശുദ്ധ അന്തോനീസേ, അങ്ങേക്ക് പ്രിയപ്പെട്ടവരായ ഞങ്ങൾക്ക് വിധു ദിവസത്തിൽ അങ്ങ് മധ്യസ്ഥനായിരിക്കണമേ. ഞങ്ങളുടെ ഇടവ കുടുംബത്തെ പ്രത്യേകമായി കാൽവരി, ക്രിസ്തുരാജ ഇഷ്ട തിരുകുടുംബം, തിരുഹൃദയം, സെന്റ് കാതറിൻ, ജോൺ മരിയ വിയാനി കൂട്ടായ്മകളെയും ഓരോ കുടുംബങ്ങളെയും വ്യക്തികളെയും അങ്ങേ പ്രത്യേക മാധ്യസ്ഥന് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങൾ ദൈവകൃപയ്ക്ക് അർഹരാവുകയും അങ്ങ് അനുഭവിക്കുന്ന നിത്യാനന്ദത്തിൽ പങ്കുകാരാവുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരൻ നിങ്ങൾ കൈപ്രാർത്ഥനകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈഹികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലങ്കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങേ തിരുമുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ എല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ ദിവസങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹ കർത്താവിൻ തിരുമേനിടവുമിതാ പാവന ബലിപീഠേ. സ്നേഹഭയങ്ങളോടണയുക നാം അഖിലരും ഒന്നായി സന്നിധിയിൽ വാനവനിരയോട് ചേർന്നേവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെ ഉത്ഥാനത്തിന്റെയും ഓർമ്മ ആചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകണേ. കർത്താവായ ദൈവമേ, അനുസരിച്ച് ഈശോയുടെ സ്വർഗ്ഗത്തിന്റെ മഹത്വപൂർണ്ണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സ്ഥിരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അങ്ങേ സ്തുതിയും ആരാധനയും നിരന്തരം സമർപ്പിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും നീതിമാനായ മാർ യോസേഫിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കവേ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെയും പ്രത്യേക മധ്യസ്ഥനായ അന്തോനിസ് പുണ്യാളന്റെയും ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെ അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിലെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകലസൃഷ്ടികൾക്കുമുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യമാകുന്നു.
അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡനങ്ങൾ സഹിക്കുകയും സ്ലീബായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവിൻ ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈംഗികവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമാമോദീസായും ശരീരത്തിലെ ഉയർപ്പും നിത്യായുസ്യങ്ങളെ പറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്നും വേർപെട്ടു എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാനയെ അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സുപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങേ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ഈ ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവ് എന്ന് പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ അതോടെ നമ്മുടെ രക്ഷിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് അപേക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾക്ക് ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മാധ്യസ്ഥം വഴി സമാധാന സമർത്ഥമാവുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായയുക്തവുമാകുന്നു. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ ശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും അങ്ങ് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ തിരുക്കർമ്മം പ്രത്യാശപൂർവ്വം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം
എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ഹോശാന ഈശനു സദനം, ഹോശാന 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 ഈശനു സദനം, ഹോശാന ഹോശാന ഹോശാന. പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ നിരന്തരം മുഴങ്ങുന്നു വാനിലേവും. ഇഹപരമഖിലവും അഖിലേശ്വര മഹിമയാൽ നിറയുന്നു നിരുപമമേ. ഹോശാന ഈശനു സദനം, ഹോശാന ഹോശാന ഹോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശ്യനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങേ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കിയ ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ ഈ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസറങ്ങേ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങേ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതി അങ്ങേ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിച്ചു. അങ്ങ് ഞങ്ങൾക്ക് തന്ന എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനായ മാർ ജോർജ് മെത്രാപ്പൊലിത്തയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ ജോൺ മെത്രാനു വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, സന്യാസിനി, സന്യാസികൾ, അൽമായ പ്രേക്ഷിതർ എന്നിവർക്ക് വേണ്ടിയും ഞങ്ങളുടെ രാഷ്ട്രത്തിനു വേണ്ടിയും എല്ലാ ഭരണകർത്താക്കൾക്കും മേലധികാരികൾക്കും വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും കുടുംബങ്ങളിൽ കലഹങ്ങളിലും അസ്വസ്ഥതകളിലും അയൽ വഴക്കുകളിലും കഴിയുന്നവരുടെ സ്നേഹത്തിലുള്ള നവീകരണത്തിനു വേണ്ടിയും മദ്യത്തിനും മയക്കുമരുന്നിനും ദുശീലങ്ങൾക്കും അടിമകളായി നാശത്തിലേക്ക് ചലിക്കുന്നവരുടെ മോചനത്തിനു വേണ്ടിയും യുദ്ധങ്ങളാലും ആക്രമണങ്ങളാലും അപകടങ്ങളാലും പ്രകൃതി ദുരന്തങ്ങളാലും മതപീഡനങ്ങളാലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കു വേണ്ടിയും പകർച്ചവ്യാധിയുടെ ദുരിതം പേറുന്ന എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടി അവരുടെ സൗഖ്യത്തിനു വേണ്ടിയും രോഗീ ശുശ്രൂഷകളിലും പ്രതിരോധ പ്രവർത്തനങ്ങളിലും ഗവേഷണങ്ങളിലും വ്യാപരിക്കുന്നവർ പരിശുദ്ധാത്മാവാൽ നിറഞ്ഞ വിജയം വരിക്കുന്നതിനു വേണ്ടിയും ലോകം മുഴുവൻ ഈ വ്യാധിയിൽ നിന്ന് വിമുക്തമാക്കുന്നതിനു വേണ്ടിയും ഭീകര പ്രവർത്തനങ്ങളിലും മത തീവ്രവാദത്തിലും യുദ്ധങ്ങളിലും മുഴുകുന്നവരുടെ മാനസാന്തരത്തിനും രക്ഷയ്ക്കും വേണ്ടിയും വിശ്വാസ ജീവിതത്തിൽ നിന്ന് അകന്നു കഴിയുന്നവരുടെ മടങ്ങിവരവിന് വേണ്ടിയും പഠനത്തിനും ജോലിക്കുമായി ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അകലങ്ങളിലായിരിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങളുടെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രത്യേകമായിടോ കുടുംബം മുഴുവനും വേണ്ടിയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വിവിധ കൂട്ടായ്മകളിലെ എല്ലാ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും വേണ്ടിയും വിവിധ നിയോഗങ്ങളുമായ അന്തോനിസ് പുണ്യാളന്റെ മാധ്യസ്ഥം തേടുന്ന സകലർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തു നിൽക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങ് അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. എന്ന് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും പ്രിയപുത്രനായ ഈശോയെ അയച്ചെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാ വന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്രീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസർ അങ്ങ് നൽകിയ ഈ മാതൃകാ പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങേ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഠാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും
പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. അങ്ങേ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് അങ്ങയുടെ ദാസരുടെ ഈ കുർബാനയിൽ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഈ വലിയ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങളെപ്പോഴും പ്രകീർത്തിക്കുന്നു. അങ്ങേ അമൂല്യ രക്തത്താൽ ഞങ്ങളെ രക്ഷിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും അതിപൂജിതമാം നിൻ തിരുനാമത്തിനിതാ സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാഥാ ഞങ്ങൾ അണയ്ക്കുന്നു ഇപ്പോഴും എന്നേക്കും. സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായി മിശിഹായെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വിശിഷ്യ പരിശുദ്ധ കത്തോലിക്ക സഭയിലും അങ്ങേ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ ചിതറിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവവും ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങേ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാഗ്രഹത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും പരിശുദ്ധവും ജീവദായകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, അങ്ങേ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിനു മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോദൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളൂ. എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരന്റെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം.
കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും പിടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ഈ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗത്തിൽ സകല വിശുദ്ധരും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ അങ്ങേ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ അങ്ങേ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് അങ്ങ് ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന അങ്ങ് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. കർത്താവേ, അങ്ങയുടെ ശരീര രക്തങ്ങളാൽ അങ്ങ് ഞങ്ങളെ പരിപോഷിപ്പിച്ചു. അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങളുടെ നാവുകൾ എത്രയോ അപര്യാപ്തങ്ങളാണ്. വിശുദ്ധർക്ക് വിസ്മരണീയമായ ശക്തിയും ധൈര്യവും നൽകിയ മിശിഹ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവപുത്രന്റെ സാക്ഷികളെ, ആത്മീയ നന്മകളുടെ മധ്യസ്ഥരെ, മിശിഹ ഞങ്ങളോട് കാരുണ്യം കാണിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. എന്റെ സഹോദരരെ വരുവിൻ. വിശുദ്ധരുടെ ഓർമ്മ ദിവസമായി ഇന്ന് സകലത്തിന്റെ നാഥനായ ദൈവപുത്രന്റെ അമൂല്യമായ ശരീരവും സജീവവും ജീവദായമായ രക്തവും സ്വീകരിക്കാം. പാവങ്ങളുടെ പ്രതിക്കും നിത്യജീവനും കാരണമാകട്ടെ. ഈശോയുടെ ശരീരവും രക്തവും പാവങ്ങളുടെ പ്രതിക്കും. ഈശോയുടെ ശരീരവും രക്തവും പാവങ്ങളുടെ. ഈശോയുടെ ശരീരവും രക്തവും പാവങ്ങളുടെ. ഈശോയുടെ ശരീരവും. ആരോപിക്കെടുത്ത ദിവ്യകാരുണ്യ സ്വീകരണം. എന്റെ ഈശോ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. ഒരു നാളും അങ്ങ് എന്നിൽ നിന്ന് വേർപിരിയരുതേ. ആമേൻ. ഓ യേശുവേ, ഓ ജീവനേ, ഹൃദയത്തിൻ
വാവായിന്നിൽ നിറഞ്ഞിടുവാ. ഓ യേശുവേ, ഓ എൻ ജീവനേ, ഹായൻ ഹൃദയത്തിൻ സൗഭാഗ്യമേ, വാവായിന്നിൽ നിറഞ്ഞിടുവാ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും അങ്ങേ തിരുസന്നിധിയിൽ സന്തുഷ്ടിക്കും നിദാനമാകട്ടെ. സകലത്തിന്റെയും നാഥായി എന്നേക്കും. കർത്താവിൻ തിരുമുൻപിൽ വന്നതി ഭക്തി വിശ്വാസപൂർവകം ഞങ്ങൾ കൈക്കൊണ്ടൊരീ രഹസ്യങ്ങൾ പാവമോചനമേകട്ടെ. ഉന്നതൻ യുഗരാജാവായിടും കന്യകാസുധനീശോയേ, ദാസന്റേതും സൃഷ്ടാവിൻ്റെയും സാദൃശ്യം നീ നിനയ്ക്കുകിൽ. നിന്നിൽ വിശ്വസിച്ചാശ്രയിച്ചവർ നിന്റെ സങ്കേതം തേടിയോ. നിന്റെ മാംസനീണങ്ങളാ പാപമോചനം നേടി ധന്യരാ. നിൻ സ്തുതിഗീതമാലപിക്കാനും ഞങ്ങളെ യോഗ്യരാക്കണേ. നിൻ സ്തുതിഗീതമാലപിക്കാനും ഞങ്ങളെ യോഗ്യരാക്കണേ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീയമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുചേർന്ന് ഞങ്ങൾക്കങ്ങ് മധ്യസ്ഥനായ തന്ന അന്തോനിസ് പുണ്യാളന്റെ ഓർമ്മയാചരിക്കുവാൻ കൃപ നൽകിയല്ലോ. ഈ ദാനത്തെ പ്രതി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ പ്രത്യാശയായ മിശിഹായെ പരിശുദ്ധ കുർബാന വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ മോചിക്കുകയും നിത്യജീവനിൽ ഞങ്ങളെ പങ്കുചേർക്കുകയും ചെയ്തു. ഈ അമൂല്യദാനമെന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. അന്തോനിസ് പുണ്യാളനെ പോലെ ഞങ്ങളും ഈ ഭൂമിയിൽ അങ്ങേയേറ്റ് പറയുന്നതിനും ജീവിതത്തിലൂടെ അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുന്നതിനും സഹായിക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. തിരഞ്ഞെടുക്കപ്പെട്ട ജനമായി നമുക്ക് മാതൃകയും പ്രത്യേക സംരക്ഷകനുമായി അന്തോനിസ് പുണ്യാളനെ കൽപ്പിച്ചു നൽകുകയും വിശുദ്ധന്റെ മാധ്യസ്ഥം വഴി നിരവധിയായ നന്മകൾ നമ്മളിൽ വർഷിക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. മാമോദീസായിലൂടെ തിരുസഭയുടെ അംഗങ്ങളായി നമ്മെ ഉയർത്തിയ മിശിഹ ഒരേ ശരീരത്തിലെ അവയവങ്ങൾ പോലെ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും ജീവിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ സമൂഹത്തെ കൂട്ടായ്മയിൽ വളർത്തുന്നതിന് പരിശ്രമിക്കുന്ന എല്ലാവരും കർത്താവിന്റെ കാരുണ്യത്തിന് പാത്രീഭൂതരാകട്ടെ. നാം എല്ലാവരും അനുദിനം വിശുദ്ധി വളരുവാനിടയാകട്ടെ. ഈ ദിവ്യകർമ്മങ്ങളിൽ പങ്കുചേർന്ന് നിങ്ങളെ അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവേ സ്വസ്തി. ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടലോർത്തിക്കും പാവങ്ങളുടെ മോചനത്തിന് കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമ്പോഴും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ.
സർവശക്തനായ ദൈവമേ, കൈവണങ്ങിടുന്നിതങ്കയെ നിന്നനന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നിതേ. കൂപ്പുകൈക്കുരുന്നുമായി നിൻ കാൽക്കൽ വന്നു കാത്തിടുന്നു ഞാൻ. തൃക്കരങ്ങൾ നീട്ടി ഞങ്ങളെ നിത്യമായി അനുഗ്രഹിക്കണേ. സർവശക്തനായ ദൈവമേ, കൈവണങ്ങിടും നിരന്തയെ നിന്നനന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നിരേ. നിന്റെ ആഗ്രഹത്തിനൊത്തപോ എൻ പ്രവൃത്തികൾ സമസ്തവും നിർവഹിച്ചു നിത്യഭാഗ്യവും കൈവരിക്കുവാൻ തരുവരം. സർവശക്തനായ ദൈവമേ, കൈവണങ്ങിടുന്നിതങ്കയെ നിന്നനന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നിതേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദുഃഖിതരെയും പീഡിതരെയും ആശ്വസിപ്പിക്കുവാൻ അയക്കപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനുതപിക്കുന്ന പാപികൾക്ക് പാപമോചനം നൽകുവാനാഗതനായ ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനും ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നവനും ദൈവനന്മയിൽ സമ്പന്നനുമായ അന്തോനിസ് പുണ്യാളനെ ഞങ്ങൾക്കെന്നും സഹായമരുളുന്ന മധ്യസ്ഥനായി എന്ന് നൽകിയല്ലോ. തിരുസഭയുടെ പണ്ഡിതനും ആധ്യാത്മിക ഗുരുവുമായ അന്തോനിസ് പുണ്യാളന്റെ യോഗ്യതകൾ വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന എളിയ പ്രാർത്ഥനകൾ കേൾക്കണമേ എന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. തിരുനാളിലേക്ക് ഒരുങ്ങുന്ന ഈ അവസരത്തിൽ നമുക്ക് നൽകിയ വലിയ അനുഗ്രഹത്തെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി അർപ്പിക്കാം. പുണ്യാളനിലൂടെ ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങളെ അത്ഭുതങ്ങളിലൂടെ നമ്മുടെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുന്നതിനെ ഒക്കെ ഓർത്ത് നന്ദി അർപ്പിക്കാം. നമ്മുടെ വിധങ്ങളായ പ്രാർത്ഥനാ നിയമങ്ങളെല്ലാം ഏറ്റവും വിശ്വാസത്തോടെ നമുക്ക് കാഴ്ചവെക്കാം. നമ്മുടെ ഇന്ന് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മകളെ കുരങ്ങുപാറ, കാൽവരി, വലിയ കണ്ടം ക്രിസ്തുരാജ, രാജാക്കാട് ഈസ്റ്റ് തിരുകുടുംബം, രാജാക്കാട് തിരുഹൃദയം, ഇടമറ്റം സെൻറ്റ് കാതറിൻ, ഇടമറ്റം ജോൺ മെരിയാനി കൂട്ടായ്മകളെ, കുടുംബങ്ങളെ, അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ, പ്രത്യേകിച്ച് അവരുടെ വിശ്വാസ ജീവിതത്തെ, കുടുംബത്തിലുള്ള ബന്ധങ്ങളുടെ തലങ്ങളെ എല്ലാം സമർപ്പിക്കാം. അവിടുത്തെ ദാനമായ സമാധാനവും സന്തോഷവും സ്നേഹവും ഐക്യമൊക്കെ നിറയ്ക്കണമെന്ന്, പ്രതിസന്ധികളിൽ നിന്നൊക്കെ കരയാനുള്ള വഴികൾ തുറക്കണമെന്ന്, സൗഖ്യത്തിൻ്റെ വലിയ അനുഭവം കൊടുക്കണമെന്ന്, പ്രാർത്ഥനയുടെ വലിയ അഭിഷേകം നൽകണമെന്ന് നമുക്കൊന്ന് ഏർന്ന് യാചിക്കാം. നമ്മളെ പലരും ഫലമേൽപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനാ നിയമങ്ങളെല്ലാം ഏറ്റവും വിശ്വാസത്തോടെ കാഴ്ചവെച്ച് ലോകം മുഴുവന് വേണ്ടി, പ്രത്യേകമായി പകർച്ചവ്യാധിയിൽ നിന്ന് ലോകം വിമുക്തമാകുന്നതിന് വേണ്ടി നേർന്ന് യാചിച്ചും പ്രകൃതി ക്ഷോഭങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ നാട് സംരക്ഷിതമാകുന്നതിന് വേണ്ടി അവിടുത്തെ കാരുണ്യം യാചിച്ചും നമുക്കൊന്ന് ഏർന്ന് അന്തോനിസ് പുണ്യാളന്റെ മാധ്യസ്ഥം ഈശോയുടെ തിരുസന്നിധിയെ പ്രാർത്ഥിക്കാം. ഓ ധന്യനായ വിശുദ്ധ അന്തോനീസേ, നന്മകളുടെ നിറകുടവും എളിമയുടെ ദർപ്പണവുമായ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങേ മധ്യസ്ഥതയാൽ രോഗവും മരണവും അബദ്ധവും അനർത്ഥങ്ങളും തിന്മകളും നഷ്ടങ്ങളും ഇല്ലാതാകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നഷ്ടപ്പെട്ട വസ്തുക്കൾ വീണ്ടെടുക്കുന്നതിനും ദുഃഖിതർക്ക് ആശ്വാസവും പാപികൾക്ക് അനുതാപവും നൽകുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായ ഒന്നുമില്ല. ഉണ്ണീശോയുടെ
വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോനീസേ, അങ്ങ് ഞങ്ങൾക്ക് എന്നും തുണയും മധ്യസ്ഥനും ഉപകാരിയുമായിരിക്കണമേ. ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ സകല ആവശ്യങ്ങളും, പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾ അപേക്ഷിക്കുന്ന നന്മകൾ പരമപിതാവായ ദൈവത്തിന്റെ പക്കൽ നിന്ന് അങ്ങേ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് നേടിത്തരണമേ. ശാന്തനും സ്നേഹസമ്പൂർണനുമായ വിശുദ്ധ അന്തോനീസേ, അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞങ്ങളെന്നും കൃതജ്ഞതയോടെ പ്രകീർത്തിക്കും. ഞങ്ങളുടെ ആത്മശരീരങ്ങളും ഞങ്ങൾക്കുള്ള സകലതും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത വിശുദ്ധ അന്തോനീസേ, എല്ലാവിധ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ജീവിത ക്ലേശങ്ങളെ പ്രശാന്തതയോടെ നേരിടുവാനും പാപത്തിലകപ്പെടാതെ നല്ല ജീവിതം നയിക്കുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. പ്രലോഭനങ്ങൾ ഞങ്ങളെ ദുർബലരാകുന്ന നിമിഷങ്ങളിൽ ഞങ്ങൾക്കങ്ങ് ശക്തമായ തുണയായിരിക്കണമേ. ഉദാരതയും സ്നേഹവുമുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും ദുഃഖിതരും പാവങ്ങളുമായ ഞങ്ങളുടെ സഹോദരങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ള സന്നദ്ധതയും ഞങ്ങൾക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നിത്യനായ ദൈവമേ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അങ്ങേ മക്കൾ ഈ നവനാൾ പ്രാർത്ഥന വഴി ഈശ്വര ചൈതന്യം നവമായി ഉൾക്കൊണ്ട് വിശ്വാസ ജീവിതത്തിൽ പൂർവോപരി ഊർജ്ജസ്വലരാകുവാനിടയാക്കണേ എന്ന് ഞങ്ങളുടെ മധ്യസ്ഥനായ അന്തോനിസ് പുണ്യാളൻ വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവിത പ്രതിസന്ധികളിൽ തളരാതെ അചഞ്ചലമായ വിശ്വാസത്തോടും തീക്ഷ്ണമായ പ്രത്യാശയോടും കൂടെ ദൈവതൃക്കരങ്ങളെ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ ധൈര്യപൂർവ്വം നേരിടുവാനുള്ള അനുഗ്രഹം നൽകണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിളവുകൾക്ക് സമൃദ്ധിയും ജോലിയിൽ സ്ഥിരതയും വ്യവസായിക നീതിയും വഴി സാമ്പത്തിക ഭദ്രതയും സാമൂഹിക സമാധാനവും ജീവിത സംതൃപ്തിയും ഏവർക്കും ലഭ്യമാക്കണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജോലിയില്ലാതെയും ജീവിതമാർഗം കാണാതെയും ഉള്ളുന്ന എല്ലാവരും ക്രിസ്തുനാഥനിൽ പ്രത്യാശയും ഭദ്രതയും കണ്ടെത്തുവാൻ അനുഗ്രഹിക്കണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിവാഹ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ യുവതി യുവാക്കൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനും വിവാഹത്തിനുള്ള മാർഗങ്ങൾ തെളിഞ്ഞു കിട്ടുവാനും കൃപ നൽകണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്ന ദമ്പതികൾക്ക് നല്ല മക്കളെ നൽകി അനുഗ്രഹിക്കണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും തിക്തഫലങ്ങൾ നിമിത്തം തകരുന്ന കുടുംബങ്ങൾക്ക് സമാശ്വാസവും അവയ്ക്ക് അടിമകളായി തീർന്ന വ്യക്തികൾക്ക് ആ ബന്ധനത്തിൽ നിന്നും മോചനവും നൽകണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ശാരീരികമോ മാനസികമോ ആയ രോഗങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്നവർക്കും പൈശാചിക ശക്തികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ ബന്ധനങ്ങൾക്ക് വിധേയരായിരിക്കുന്നവർക്കും മോചനവും സൗഖ്യവും നൽകണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പഠന ജീവിത കാലഘട്ടത്തെ അഭിമുഖീകരിക്കുന്ന ഞങ്ങളുടെ വിദ്യാർത്ഥികൾ തങ്ങളുടെ സമയവും കഴിവും ഫലപ്രദമായി ചെലവഴിക്കുന്നതിനും ഇവരെ പഠിപ്പിക്കുന്ന അധ്യാപകരും വളർത്തുന്ന മാതാപിതാക്കളും
ഉത്തമ ജീവിത മൂല്യങ്ങളിൽ നിഷ്ഠയുള്ളവരായി അവരെ വളർത്തുവാനും അനുഗ്രഹിക്കണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. മരണാസന്നരായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിത്യജീവനിലുള്ള പ്രത്യാശയും മരണമടഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിത്യസമ്മാനവും നൽകണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ അന്തോനീസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സൃഷ്ടാവിൻ രക്ഷകനുമായ ദൈവമേ, അങ്ങേ വിശ്വസ്തദാസനായ അന്തോനിസ് പുണ്യാളനെ വിശേഷ പുണ്യങ്ങളാലും അത്ഭുത പ്രവർത്തന വരത്താലും ധന്യനാക്കുന്നതിന് അങ്ങ് തിരുവുള്ളമായല്ലോ. അങ്ങേ കൃപാകടാക്ഷത്താൽ അന്തോനിസ് പുണ്യാളന്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾ യാചിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ എന്ന് സ്വർഗത്തിൽ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. അത്ഭുതങ്ങൾ ചെയ്തു ഞങ്ങളിൽ സ്വർഗരാജ്യം ക്രിസ്തുവിന്റെ പ്രേഷിതോത്തമ പൊൽപാദങ്ങളെന്നുമാശ്രയം പാവനാത്മാവായോരങ്ങുതൻ പ്രാർത്ഥന സഹായ ശക്തിയാൽ ശ്രേയസാർന്നു ഞങ്ങൾ വാഴുവാൻ പ്രീതനായി വരങ്ങൾ നൽകണേ. വേദനിച്ചിടുന്ന ചേതസ്സും നീരെഴുന്ന നീർമിഴികളും കാഴ്ച വെച്ചു കൂട്ടിടും നീതാ കാതടച്ചു കേൾക്കനായക പാതുവായി ആശയോടെ നിൻ പാദമാശ്രയിച്ചൊരേഴകൾ ആശ നേടി നിന്നനുഗ്രഹ ആശിസേകുവിന്നുമാവിധം. നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും തിരുസന്നിധി നന്ദിയോടെ ഓർക്കാം. കൃതജ്ഞതയായി ത്രിത്വസ്തുതി ചൊല്ലി ഏക ദൈവത്തെ നമുക്ക് ആരാധിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കൃപാനിധിയായ ദൈവമേ, ക്ലേശിതരും രോഗാതുരരും നിസ്സഹായരുമായ അനേകം അങ്ങേദാസനായ അന്തോനിസ് പുണ്യാളന്റെ പക്കൽ ഓടി അണയുന്നത് അങ്ങ് കാണുന്നുവല്ലോ. അവർ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥ ശക്തി വഴി ഹൃദയ സമാധാനവും ആയുരാരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കുവാനിടയാക്കണേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും അന്തോനിസ് പുണ്യാളന്റെ മാധ്യസ്ഥവും എല്ലാവരോടും നമ്മുടെ കുടുംബാംഗങ്ങളോടും ലോകം മുഴുവനോടും അത് നേരിടുന്ന വലിയ പകർച്ചവ്യാധിയോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. അത്ഭുത പ്രവർത്തനത്താൽ സുപ്രസിദ്ധനാം വിശുദ്ധനെ പാതുവായിലെ അന്തോണി പാലിൽ കൃപ ചൊരിയണേ. ഉണ്ണിയെ വഹിച്ചിടുന്ന ധന്യമാ കരങ്ങളാലേ ഉണ്ണിയെ വഹിച്ചിടുന്ന ധന്യമാ കരങ്ങളാലേ വിണ്ണിലെ
പൊഴിക്കണേ. വിണ്ണിലെ അനുഗ്രഹത്തെ മണ്ണിലെന്നും പൊഴിക്കണേ. അത്ഭുത പ്രവർത്തനത്താൽ സുപ്രസിദ്ധനാം വിശുദ്ധനെ പാതുവായിലെ അന്തോനീ പാരിതിൽ കൃപ ചൊരിയണേ. ജീവിത വ്യഥകളാലേ ഭൂമിയിൽ വലഞ്ഞിടുന്നു. ജീവിത വ്യഥകളാലേ ഭൂമിയിൽ വലഞ്ഞിടുന്നു. നിൻ പാദാംബുജം നമിച്ചിടാൻ അൻപോടെ കൃപ ചൊരിയണേ. നിൻ പാദാംബുജം നമിച്ചിടാൻ അൻപോടെ കൃപ ചൊരിയണേ. അത്ഭുത പ്രവർത്തനത്താൽ സുപ്രസിദ്ധനാം വിശുദ്ധനെ പാതുവായിലെ അന്തോനീ പാരിതിൽ കൃപ ചൊരിയണേ. ഇന്നും നാളെയും സൺഡേ സ്കൂളിൽ 10ലും 12ലും പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേദപാഠ പരീക്ഷ നടക്കുന്ന ദിവസമാണ്. ആ കുഞ്ഞുങ്ങളെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരെ പഠിച്ച വേദോപദേശത്തിൽ വചനത്തിൽ അടിയുറച്ച് ജീവിക്കാനുള്ള കൃപയും നൽകണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുകയും ചെയ്യാം.